വെൽക്കം ടു മാറ്റ്കം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നിങ്ങൾ SSC അല്ലെങ്കിൽ RRB അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു എക്സാമിന് ആപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ സിഗ്നേച്ചറും ഫോട്ടോയൊക്കെ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ട് വരും. ഒരു കറക്റ്റ് സ്പെസിഫിക് റെസൊല്യൂഷൻ, സ്പെസിഫിക് ഫയൽ സൈസ്, പിന്നെ എന്താണ് ഒരു സ്പെസിഫിക് DP-യിലുള്ള ഇമേജ് ആണ് നിങ്ങൾ അപ്ലോഡ് ചെയ്യണം, അല്ലെങ്കിൽ സ്പെസിഫിക് ഫോർമാറ്റ് അവിടെ കൃത്യമായിട്ട് സ്പെസിഫൈ ചെയ്യുന്നു. അങ്ങനെയാകുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് അപ്ലോഡ് ചെയ്യേണ്ട പറ്റുക? ഫോർ എക്സാമ്പിൾ, ഈയിടെ വന്ന SSCയുടെ അപ്ഡേറ്റ് അനുസരിച്ചിട്ടാണെങ്കിൽ അതിനുശേഷം പലപ്പോഴും ഇമേജ് അപ്ലോഡ് ചെയ്യുമ്പോൾ അപ്ലോഡ് ആവാതെ വരാറുണ്ട്. അപ്പോൾ നമുക്ക് അതിനോടൊരു റെസൊല്യൂഷനാണ് നമ്മൾ ഇതിനകത്ത് കാണാനായിട്ട് പോകുന്നത്. അത് ചെയ്യാനായിട്ട് വളരെ ഈസിയാണ്. നിങ്ങൾ ഗൂഗിളിൽ പോയി ഇമേജ് റീസൈസർ എന്ന് കൊടുക്കുക. അതിനകത്ത് വരുന്ന ഏതെങ്കിലും ഒരെണ്ണം ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ ഇപ്പോൾ ഇമേജ് സൈസ് ഇമേജ് കൊടുക്കും. ഇങ്ങനെ ഏതെങ്കിലും ടാബ് വരും, ഏതിലൊരെണ്ണം ചൂസ് ചെയ്ത ശേഷം സെലക്ട് ദ ഇമേജ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ഇമേജ് ചൂസ് ചെയ്യുക. ഒരു ഇമേജ് ചൂസ് ചെയ്തു. ആ ഇമേജ് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളൊരു ഇമേജ് ചൂസ് ചെയ്തു. ആ ഇമേജ് ഒന്ന് ലോഡ് ആവാണ്ട് വെയിറ്റ് ചെയ്യുക. ആ ഇമേജ് ലോഡായി കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഫോർ എക്സാമ്പിൾ നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ പിക്സലിൽ വേണം, ഇഞ്ചിൽ വേണം, സെന്റിമീറ്റർ വേണം, മില്ലിമീറ്റർ വേണം. ഫോർ എക്സാമ്പിൾ SSCയുടെ കേസിനകത്ത് 4 സെന്റിമീറ്റർ വിഡ്ത്തും 2 സെന്റിമീറ്റർ ഹൈറ്റ് വേണം ചൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ സെന്റിമീറ്റർ ചൂസ് ചെയ്യാം. അതിനുശേഷം ഈ ലുക്ക് ദ ആസ്പെക്ട് റേഷ്യോ ചേഞ്ച് ചെയ്യുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോർ എക്സാമ്പിൾ അതിനകത്ത് ഇപ്പം നമ്മൾ ആ ഇമേജിന്റെ റേഷ്യോ എന്താണ് 2:3 അല്ലെങ്കിൽ 4:5 ആണെങ്കിൽ അത് കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്തു പോകും. ഫോർ എക്സാമ്പിൾ നമുക്കൊരു പുതിയ റേഷ്യോ ആണ് വേണ്ടതെങ്കിൽ എപ്പോഴും വിഡ്ത്തും ഹൈറ്റും നമ്മൾ കൊടുക്കുന്നതാണ് നമുക്ക് ചെയ്യാൻ എളുപ്പം. അതുകൊണ്ട് ലുക്ക് ദ ആസ്പെക്ട് റേഷ്യോ മാറ്റിയതിനു ശേഷം വിഡ്ത്ത് ചോദിച്ചിരിക്കുന്ന സെന്റിമീറ്ററിൽ 6 സെന്റിമീറ്റർ ആണ്, ഹൈറ്റ് ചോദിച്ചിരിക്കുന്ന 2 സെന്റിമീറ്ററിലാണ്. ഇവിടെ DP എന്ന് പറയുമ്പോൾ ക്ലാരിറ്റി ബന്ധപ്പെട്ട് പല റെസൊല്യൂഷൻ ആണ് ചോദിക്കുക. എപ്പോഴും നമ്മൾ എടുക്കുമ്പോൾ ഒരു 300 എടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. പിന്നെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ടാർഗറ്റ് ഫയൽ സൈസ്, ഏത് ഫയൽ സൈസ് ആണ് നിങ്ങൾക്ക് കിട്ടാനായിട്ട് താല്പര്യമുള്ളത്. ഇവിടെ നമ്മളോട് ചോദിക്കുന്നത് 10 മുതൽ നമ്മുടെ ഇതിനകത്ത് ചോദിക്കുന്നത് 10 മുതൽ 20 KB വരെയാണ്. സോ അതുകൊണ്ടാണ് നമുക്ക് സ്യൂട്ടബിൾ ആയിട്ട് ഒരു 15 KB ഇൻ ബിറ്റ്വീൻ ആയിട്ട് 15 KB കൊടുക്കുക. റീസൈസ് ദ ഇമേജ് എന്ന് കൊടുക്കുക. ഓട്ടോമാറ്റിക്കലി സൈറ്റിനെ റീസൈസ് ചെയ്ത് തരും. ഫോർ എക്സാമ്പിൾ നോക്കി, ഔട്ട്പുട്ട് 750/237 എന്ന് പറയുന്നത് നത്തിങ് ബട്ട് 6 സെന്റിമീറ്റർ ഈസ് ടു 2 സെന്റിമീറ്റർ ആണ്. വിഡ്ത്ത് 6 സെന്റിമീറ്ററും ഹൈറ്റ് 2 സെന്റിമീറ്റർ. ഫയൽ സൈസ് 14.28 KB. അപ്പോൾ എല്ലാം ഇടയിൽ തന്നെ വന്നു. സോ എന്ത് ചെയ്യുക, ഡൗൺലോഡ് ദ ഇമേജ് കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ ഡൗൺലോഡിനകത്ത് ഈ പർട്ടിക്കുലർ ഇമേജ് വരുന്നതാവും. സോ ഇതെന്ന് പറയുന്നത് നിങ്ങൾ പറയുന്ന സ്പെസിഫിക്കേഷനിൽ പെട്ടതായിരിക്കും. 14.32 6 സെന്റിമീറ്റർ ഈസ് ടു 2 സെന്റിമീറ്റർ. അപ്പം ഇത് നിങ്ങൾക്ക് ഈസി ആയിട്ട് SSCയുടെ സൈറ്റിൽ അപ്ലോഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. നമ്മൾ 300 DP വെച്ചതുകൊണ്ട് ഇമേജിന് ക്ലാരിറ്റി ഉണ്ടാവുകയും ചെയ്യും. ഇനി നിങ്ങൾ ഈ ഒരു മെത്തേഡ് നിങ്ങൾക്ക് ചൂസ് ചെയ്താൽ മതിയോ, നമുക്ക് ഈസി ആയിട്ട് ഇമേജ് അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. സോ ഫോർ എക്സാമ്പിൾ സിഗ്നേച്ചർ ചോദിച്ചാലും അല്ലെങ്കിൽ ഫോട്ടോഗ്രാഫ് ചോദിച്ചാലും ഈ ഒരു മെത്തേഡ് നിങ്ങൾക്ക് ഫോളോ ചെയ്യാനാണ്. വീഡിയോ യൂസ്ഫുൾ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തെങ്കിലും ക്ലാരിറ്റി ആവശ്യമുണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ ചോദിക്കാം. As a token of gratitude, please like to this particular video, share with your friends. Keep watching, keep learning. Thanks for watching. Bye.